അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇനി നമ്മൾ 7ാമത്തെ ചാപ്റ്റർ ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ആൻഡ് റിസർവ്, ഈ ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഒന്ന്, നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഡിഫറൻസ്, അതായത് നമ്മളെ റിസർവും പ്രൊവിഷൻസും തമ്മിലുള്ള റിസർവ് പിന്നെ പ്രൊവിഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താക്കണം ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇതിൽ കുറച്ച് ടേംസ് ഉണ്ട്. കുറച്ച് ടേംസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുക, എന്തൊക്കെ ടേമുകളാണ് നമ്മളിവിടെ പഠിക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നോക്കാം ടേംസുകൾ. ടേംസ് ഒന്ന്, ആദ്യം നമ്മൾ ഈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഫിക്സഡ് അസറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച്, കാലം കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ വിലയിലുണ്ടാകുന്ന ഇടിവിനെയാണ്, ഡിക്രീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഡിപ്രിസിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഫിക്സഡ് അസറ്റിന്മേലാണ് എന്തുണ്ടാവുക, ഈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക. ഓക്കെ, ഇനി ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ഒരു പേരാണത് അപ്രിസിയേഷൻ. അപ്പോൾ വണ്ടി നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വണ്ടീൻ്റെ വില കുറയുകയാണ് ചെയ്യുക. എന്നാൽ ചില സാധനങ്ങളൊക്കെ ഉണ്ട് എടുത്തിട്ട് പക്ഷേ കാലം കഴിയുന്നതിനനുസരിച്ച് എന്തോ വില കൂടുന്ന ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഗോൾഡ് നമ്മൾ എടുത്തിട്ടാൽ പിന്നെ വില കൂടും. ലാൻഡ്, സ്ഥലങ്ങൾ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വില കൂടും. അപ്പോൾ വില കൂടുകയാണെങ്കിൽ അതിന് നമ്മൾ അപ്രിസിയേഷൻ എന്ന് പറയും, വില കുറയുകയാണെങ്കിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഇതിലിങ്ങനെ പഠിക്കേണ്ട 2-3 ടേംസ് ഉണ്ട്, അതെന്തായാലും പഠിച്ചു വെക്കാൻ കേട്ടോ. ഒന്ന് ഡിപ്രിസിയേഷൻ നമ്മൾ പറഞ്ഞു. പിന്നൊരു സാധനമാണ് ഈ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇതിന് ഏതെങ്കിലും ചോദ്യം ചോദിക്കുന്ന ഉറപ്പാട്ടോ. വീണ്ടും അങ്ങനെ തന്നെയാണ് എഴുതുന്നത്, ഡിപ്ലീഷൻ, സ്പെല്ലിങ് അങ്ങനെ തന്നെയാണ് പഠിച്ചോനെ, ഡിപ്ലീഷൻ. പിന്നെ അതേമാതിരി ഓബ്സോൾസീന്, പിന്നൊന്ന് അമോർട്ടൈസേഷൻ. ഈ 3 സാധനം ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഡിപ്രിസിയേഷൻ തന്നെയാണ്, ഡിപ്രിസിയേഷൻ്റെ ഓരോ രൂപങ്ങളാണ്. പക്ഷേ സാധനത്തിൻ്റെ സ്വഭാവത്തിലുള്ള ചേഞ്ചിനനുസരിച്ച് അതിൻ്റെ ടേംസ് മാറുന്നേ ഉള്ളൂ. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇല്ലാതായി പോകുന്ന സാധനത്തിനെ ആണ് നമ്മൾ, അതിന്മേലുള്ള ഡിപ്രിസിയേഷനാണ് നമ്മൾ ഡിപ്ലീഷൻ എന്ന് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ ഒരു കരിങ്കൽ ക്വാറിയാണ് നടത്തുന്നത്, അതല്ലെങ്കിൽ ഒരു പെട്രോൾ കുഴിച്ചെടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്വഭാവം നോക്കേണ്ടത്, ഉപയോഗിക്കുന്നതിനനുസരിച്ച് സാധനം എന്താവും, തീർന്നു. ഇപ്പം മെഷീനറി നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് മെഷീനറി ഇല്ലാതാകുമോ? ഇല്ല. മെഷീനറി ഇല്ലാതാകുന്ന അങ്ങനെ മെഷീനറിൻ്റെ ആ സാധനം അവിടെ നടക്കൂലേ? ഓക്കെ, അപ്പോൾ മെഷീനറിൻ്റെ വില കുറയുന്നുള്ളതാണ്, പക്ഷേ അതിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ ആ സാധനം അവിടെ ബാക്കി ഉണ്ടാവും. അതേസമയം പെട്രോൾ അങ്ങനെയാണോ? പെട്രോൾ ഉപയോഗിച്ചാൽ പെട്രോൾ തീർന്നില്ലേ? ഇപ്പം നമ്മൾ കല്ല് വെട്ടുകയാണ്, അത്രയും കല്ല് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കല്ല് അവിടെ ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നാച്ചുറൽ റിസോഴ്സ് ആണെങ്കിൽ, പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന അസറ്റുകളാണെങ്കിൽ അതിന് സംഭവിക്കുന്ന ഈ വിലയിടിവിനെ, ഡിക്രീസിനെ നമ്മൾ പറയുന്നത് ഡിപ്ലീഷൻ എന്നാണ്. ഇനി അടുത്ത സാധനം ഒബ്സോൾസീനാണ്. ഒബ്സോൾസീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുതിയ ടെക്നോളജി വരലോടുകൂടെ പഴയ ടെക്നോളജീൻ്റെ വില എന്താവും, ഇടിയും. ഐഫോൺ പുതിയത് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നത്തെ വേരിയൻറ്റിൻ്റെ വില എന്താവും, ഇടിയും. ഇതിനാണ് നമ്മൾ ഒബ്സോൾസീൻ എന്ന് പറയാം. ഓക്കെ, വില കുറയ തന്നെയാണ്. അടുത്ത സാധനം അമോർട്ടൈസേഷനാണ്. അമോർട്ടൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ കോപ്പിറൈറ്റ്, പിന്നെ അതുപോലെ തന്നെ പേറ്റൻറ്റ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സാധനത്തിന്, അതായത് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വില ഇടിയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, അമോർട്ടൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ 4 ടേം ഉൾപ്പെടെ പഠിച്ചു വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പഠിക്കുകയാണെങ്കിൽ ഉപകാരമാണ്. ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഫ്ലക്ച്വേഷൻ. അത് മനസ്സിലാക്കേണ്ടത് കറൻറ്റ് അസറ്റിന്മേൽ വരുന്ന വിലേൻ്റെ മാറ്റത്തിന്, കറൻറ്റ് അസറ്റിന്മേൽ വരുന്ന വിലയുടെ മാറ്റത്തിനാണ് നമ്മൾ ഫ്ലക്ച്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ആ ഡിഫറൻസ് എന്താക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് പറയുകയാണ്, ഒന്ന് കേട്ടോ. ഓക്കെ, ഒന്ന് നമ്മൾ പറയണത് ഈ പ്രൊവിഷൻ എന്ന് പറഞ്ഞ സാധനം,
പ്രൊവിഷൻ ഇതാ ഇത് നമ്മൾ നോൺ ലയബിലിറ്റി, അതായത് നമ്മൾ അറിയുന്നൊരു സാധനത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ പ്രൊവിഷൻ മാറ്റി വെക്കുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് മീറ്റ് ടു എ നോൺ ലയബിലിറ്റി. അതേസമയം റിസർവ് അങ്ങനല്ല. റിസർവ് ഉണ്ടാക്കുന്നത്, റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? റിസർവ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു 10 ലക്ഷം ലാഭമുണ്ട് ഈ മാസം, 8 ലക്ഷം നമ്മൾ വിഹിതം വെച്ചെടുത്തു, 2 ലക്ഷം നമ്മൾ ബിസിനസ്സിൽ തന്നെ ഇട്ടു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ്സിനെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്ന സമയത്ത് എടുക്കാൻ, അതല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യം എന്തായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ കൃത്യമായിക്കൊള്ളുന്നില്ല. അതിൽ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, റിസർവ് തന്നെ 2 ടൈപ്പ് റിസർവ് ഉണ്ട്. ഒരു ടൈപ്പ് റിസർവ് എന്ന് പറഞ്ഞാൽ ജനറൽ റിസർവാണ്. ജനറൽ റിസർവിന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ പൈസ മാറ്റി വെക്കുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിനല്ല, ഏത് ആവശ്യത്തിനും വേണ്ടി എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി ക്യാഷ് മാറ്റി വെക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ജനറൽ റിസർവ് എന്ന് പറയാം. ഓക്കെ, അതേസമയം മറ്റതിൻ്റെ പേരെന്തെങ്കിലും കറക്റ്റ് ഓർമ്മയില്ല, പെർട്ടിക്കുലർ എന്നോ സ്പെഷ്യൽ റിസർവ് എന്നോ മറ്റെയാണ്. ഓക്കെ, ആ റിസർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്നതിനാണ് നമ്മൾ ആ റിസർവ് എന്ന് പറയാം. പിന്നെ സീക്രട്ട് റിസർവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കൂല, ചിലപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കുക. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം നമ്മൾ പറഞ്ഞു, പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരു ബാധ്യതയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫിനാൻഷ്യലി സ്ഥാപനത്തിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മാറ്റം പറഞ്ഞു. രണ്ടാമത്തെ നമ്മൾ മാറ്റം പറയുന്നത്, ഈ പ്രൊവിഷൻ എന്നുള്ള പറഞ്ഞ സാധനം എന്താ? അപ്പം നമുക്ക് പ്രൊവിഷനും റിസർവും മാറ്റി വെക്കല, രണ്ടും മാറ്റി വെക്കല, പക്ഷേ രണ്ട് ടൈപ്പ് മാറ്റി വെക്കലാണ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്ക് എന്താവാനുണ്ടെന്നോ, ഒരു 10,000 കിട്ടാനുണ്ട്, ആ 10,000 നിന്ന് 1,000 കിട്ടൂല എന്ന് പറഞ്ഞായിട്ട് മാറ്റി വെക്കുന്നതിന് പ്രൊവിഷൻ എന്നാണ് പറയാം. 1,000 കിട്ടൂല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതിന് പ്രൊവിഷൻ എന്നാണ് പറയാം. ഓക്കെ, അതേസമയം റിസർവ് എന്ന് പറഞ്ഞാലോ, 10,000 ലാഭമുണ്ട്, അതിൽ നിന്ന് എന്താക്കുകയാണ്, 2,000 ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ്, ബാക്കി എന്താക്കുകയാണ് നമ്മൾ എടുക്കുകയാണ്. രണ്ടും തമ്മിൽ മാറ്റല്ലേ? അപ്പോൾ നോക്കുക, പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, പ്രോഫിറ്റിനെതിരെ, പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്ന സാധനത്തിനാണ് പ്രൊവിഷൻ എന്ന് പറയാം. അതേസമയം എന്ന് പറഞ്ഞാൽ റിസർവ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ എന്ന് എടുക്കണമാണോ, റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കുകയാണ്, ഒരു പ്രത്യേക ഭാഗം തന്നെ നമ്മൾ മാറ്റി വെക്കുകയാണ്. മറ്റേതിൽ മാറ്റി വെക്കാനുള്ള സാധനം ഉണ്ടാവില്ല, മറ്റേ നമ്മളെ സാധനം തന്നെ നമ്മളെ കയ്യിൽ കിട്ടില്ലല്ലോ. 10,000 കിട്ടാനുള്ളതിൽ നമ്മൾ 2,000 കിട്ടൂല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയല്ലേ. ഓക്കെ, ഇതങ്ങനല്ല, 10,000 ലാഭമുണ്ട്, ആ ലാഭത്തിൽ നിന്ന് ഇത്ര പൈസ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒന്ന് പ്രൊവിഷൻ ആർ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, മറ്റേത് റിസർവ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അപ്രോപ്രിയേറ്റ് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി പ്രൊവിഷൻ നമുക്ക് കനോട്ട് ബി കാൽക്കുലേറ്റഡ് അക്യുറേറ്റ്ലി. പ്രൊവിഷൻ എത്രയും നമുക്ക് കൃത്യമായിട്ട് എന്താക്കാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എന്താവും, ആ പൈസ നമ്മൾ കിട്ടൂല എന്ന് വിചാരിച്ചത് തിരിച്ച് കിട്ടും. എന്നാൽ റിസർവ് അങ്ങനെയല്ല, നമുക്ക് കൃത്യമായിട്ട് എന്താക്കാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ റിസർവ് നമുക്ക് എന്താക്കാൻ പറ്റും, വിഹിതം വെക്കാൻ പറ്റും. റിസർവ് ഇങ്ങനെ ഒന്നുകൂടി നമ്മളെന്തായാലും പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഫിനാൻഷ്യലി ആവശ്യമൊന്നും സ്ഥാപനത്തിന് വന്നില്ല. അപ്പം നമ്മൾ ആ റിസർവ് എന്താണ്, നമ്മൾ ബിസിനസ്സിൻ്റെ ഇടയിൽ പാർട്ണർമാരുടെ ഇടയിൽ വീതിച്ചെടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ നമുക്ക് വീതിക്കാൻ പറ്റും, ഡിവിസിബിളാണ്, അത് വീതം വെച്ചെടുക്കാൻ പറ്റും. എന്നാൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ വീതിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, ആ സാധനം തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല, പിന്നെ അങ്ങനെ വീതിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് വീതിച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ഓക്കെ, പിന്നെ ഈ പ്രൊവിഷൻ നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് പ്രൊവിഷൻ രേഖപ്പെടുത്തുക. എന്നാൽ റിസർവ് നമ്മൾ എവിടെ രേഖപ്പെടുത്തുക? അത് ബാലൻസ് ഷീറ്റിലാണ് എന്താവുക, രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ പ്രൊവിഷനും കഴിച്ചിട്ടുള്ള പൈസയാണ് നമ്മളെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ടാക്സിൻ്റെ പൈസ എന്താവും, അവിടെ കുറയും. എന്നാൽ റിസർവിൽ എന്താവില്ല, ടാക്സിൻ്റെ പൈസ കുറയൂല. കാരണം ടാക്സും കൂടെ കൂട്ടിയിട്ടുള്ളത്, അതായത് റിസർവും കൂടെ കൂട്ടിയിട്ടുള്ള പൈസയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. എന്നാൽ പ്രൊവിഷന് നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 4-5 എന്ത് പറഞ്ഞു, ഡിഫറൻസുകൾ പറഞ്ഞു. അതെന്താക്കുക ഒന്ന് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് 2 കണക്കാണ്, 2 രൂപത്തിലുള്ള കണക്ക്. ഒന്ന് ഡിമിനിഷിങ് മെത്തേഡിലും പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഇങ്ങനെ 2 രൂപത്തിലാണ് നമുക്ക് കണക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടോ. ഓക്കെ, നോക്കാം. ഡാഷ് റിസർവ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത, ബാലൻസ് ഷീറ്റ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത റിസർവ് ഏതാണ്? ഓക്കെ, സീക്രട്ട് റിസർവ്. കാണിക്കുകയാണെങ്കിൽ പിന്നെ സീക്രട്ട് എന്ന് പേര് കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം.
വിച്ച് ടേം റെഫേഴ്സ്, ഇതിൽ ഏതോ ഒരു ടേം എന്തിനുദ്ദേശിച്ചിട്ടാണ്? റൈറ്റിംഗ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. കണ്ടോ, ഇൻടാഞ്ചിബിൾ അസറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതിൻ്റെ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അത് എഴുതി തള്ളുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ വില ഇല്ല എന്ന് പറയുന്ന ഏത് സാധനമാണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് കാണുമ്പോൾ തന്നെ എന്താക്കുക, മനസ്സിലാക്കുക, അതെന്തായിരിക്കും? അമോർട്ടൈസേഷൻ ആയിരിക്കും. നോക്കുക, ദ ടേം അമോർട്ടൈസേഷൻ ഈസ്, അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇതവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇനി ഡിപ്ലീഷൻ ഏതുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുകയാണെങ്കിൽ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഫ്ലക്ച്വേഷൻ കറണ്ട് അസറ്റാണ്, ഡിപ്രിസിയേഷൻ ഫിക്സഡ് അസറ്റാണ്. അത് നാലും അങ്ങ് പഠിച്ച ചില ചോദ്യം എപ്പോഴും വരും. അടുത്തത് ഡിപ്രിസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ. ഡിപ്രിസിയേഷൻ എന്തിൻ്റെ മേലാണ് ഡിപ്രിസിയേഷൻ കണക്കാക്കുക? കറണ്ട് അസറ്റിൻ്റെ മേലാണോ? അല്ല, ഫിക്സഡ് അസറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് ചാർജ്ഡ് അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അതായത് ഇത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്ന് ഡിമിനിഷ്, ഒന്ന് സ്ട്രൈറ്റ് ലൈന്, പിന്നെ ഒന്ന് ഡിമിനിഷിങ്. സ്ട്രൈറ്റ് ലൈനും ഒന്ന് ഡിമിനിഷിങ്ങും. സ്ട്രൈറ്റ് ലൈൻ്റെ പ്രത്യേകത, ഇപ്പോൾ നമ്മളെടുത്ത് ഒരു സാധനമുണ്ട്, 10,000 റുപ്യേൻ്റെ ഒരു സാധനം. ഈ 10,000 റുപ്യേൻ്റെ സാധനത്തിന് ഒരു വർഷം നമ്മളെ ഡിപ്രിസിയേഷൻ 1000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നാൽ അത് എല്ലാ വർഷവും 1000 ആണ് കുറക്കാനുണ്ടാവുക. എല്ലാ വർഷവും 1000 ഡിപ്രിസിയേഷൻ ഉണ്ടാവും. എന്നാൽ ഡിമിനിഷിങ് മെത്തേഡിൽ അങ്ങനെയല്ല. ഡിമിനിഷിങ് മെത്തേഡിൽ 10% വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റിലെ വർഷം 1000 റുപ്യ കുറയും. എങ്ങനെ കണക്കാക്കുക? 10,000 ഇൻറ്റു 10/100 സമം 1000. എന്നാൽ രണ്ടാമത്തെ വർഷമാകുമ്പോഴത്തേന് നമ്മളെ കയ്യിൽ 10,000 റുപ്യേൻ്റെ അസറ്റ് ഇല്ല. എത്രയേ ഉള്ളൂ? 9,000ത്തിൻ്റെ അസറ്റേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പം 9,000 ഇൻറ്റു 10/100 സമം 900. ആദ്യത്തെ വർഷം 1000 ആയിരുന്നു നമ്മൾ ഡിപ്രിസിയേഷൻ, രണ്ടാമത്തെ വർഷത്തെ എന്തായി മാറി? 900 ആയി മാറി. അപ്പോൾ കണ്ടോ, പിന്നെ പിറ്റത്തെ വർഷം നമ്മളെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ടാവുള്ളൂ? 8,100 ഉണ്ടാവുള്ളൂ. അപ്പോൾ 8,100 ഇൻറ്റു 10/100 സമം 810. കണ്ടോ, ഫസ്റ്റത്തെ വർഷം 1000, പിറ്റത്തെ വർഷം 900, പിറ്റത്തെ വർഷം 810. ഇതിങ്ങനെ കുറഞ്ഞ് വരില്ലേ. അപ്പോൾ ഡിമിനിഷിങ് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, മറ്റൊടത്ത് അങ്ങനെ എല്ലാ വർഷവും 1000 ആണ്, ഇവിടെ ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ഡിമിനിഷിങ് മെത്തേഡിലനുസരിച്ച് നമ്മളെ ഡിപ്രിസിയേഷൻ്റെ വാല്യൂ കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക, അതാണ് ഇവിടെ ചോദിച്ചത്. ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ്ഡ് ഡിമിനിഷിങ് മെത്തേഡിൽ, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ എന്താ സംഭവിക്കുക? ഇൻക്രീസസ് എവരി ഇയർ, എല്ലാ വർഷവും കൂടി വരികയാണ് ചെയ്യുക, ആണോ? അല്ല. റിമൈൻസ് കോൺസ്റ്റൻറ്റ് എവരി ഇയർ, എല്ലാ വർഷവും തുല്യമാണ്, അല്ലോ. എല്ലാ വർഷവും തുല്യം എപ്പോഴാണ്? അത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആകുമ്പോഴാണ്. ഈക്വൽസ് ടു സ്ക്രാപ്പ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂവിനോട് തുല്യമായിരിക്കും. അല്ല, സ്ക്രാപ്പ് വാല്യൂ എന്താണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോൾ ഒരു സാധനം ഉപയോഗിച്ചു, ഒരു മെഷീനറി 10 കൊല്ലം ഉപയോഗിച്ചു, 10,000 റുപ്യാണ് അതിൻ്റെ വില. അവസാനം നമ്മൾ ആ മെഷീനറി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 1000 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ കൊടുക്കുന്ന 1000 റുപ്യാണ്, ആ കിട്ടുന്ന 1000 റുപ്യക്കാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയാം. അടുത്ത ഡിക്രീസസ് എവരി ഇയർ, എല്ലാ വർഷവും ഇങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഡിക്രീസസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് കാണുമ്പോൾ തന്നെ എന്തൊക്കെ? അമോർട്ടൈസേഷൻ കൊടുക്കുക. ആണോ, ഇവിടെ ഈ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞ വേർഡ് വന്നിട്ടുണ്ടോ? വില കൂടുകയാണെങ്കിൽ അപ്രിസിയേഷൻ എന്നാ പറയുക. അത് ഫിക്സഡ് അസറ്റിന്മേലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഡാഷ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഷോ ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സ്, അതായത് മൈന്, ക്വാറീസ്, പെട്രോൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ വില കുറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഡിപ്ലീഷനാണ് പറയുക. ഓക്കെ, അടുത്ത റൈറ്റിംഗ് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് അമോർട്ടൈസേഷൻ. ഓക്കെ, അടുത്തത് ഡാഷ് റിസർവ് ഈസ് എ റിട്ടൻഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് നോട്ട് മീൻഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ഓക്കെ, ഡാഷ് റിസർവ് ഈസ് ദ റിട്ടൻഷൻ ഓഫ് നെറ്റ്, അതായത് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെക്കുന്നതിനാണ് നമ്മൾ ഡാഷ് റിസർവ് എന്ന് പറയാം. അത് നോട്ട് മീൻഡ്, ഉദ്ദേശം വെച്ചിട്ടുള്ളതല്ല, സ്പെസിഫിക് പർപ്പസ്, ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വെച്ചതല്ല, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി എടുത്തു വെച്ചാൽ പൈസ അങ്ങനെ എന്താക്കിയതാണ്, ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി എടുത്തു വെച്ചതാണെങ്കിൽ അതിനെന്താ പറയുക? അതിന് നമ്മൾ പറയുന്ന പേരാണ് ജനറൽ റിസർവ്. ഓക്കെ, സ്റ്റേറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ റിസർവ് ആൻഡ് പ്രൊവിഷൻ. നമ്മൾ 4 ഡിഫറൻസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് റവന്യൂ റിസർവ്. റവന്യൂ റിസർവിന് എന്താക്കുക? 2 ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റവന്യൂ റിസർവിന് 2 ഉദാഹരണം നോക്കുക. 1 മിനിറ്റ്. റവന്യൂ റിസർവിൻ്റെ ഒരു ഉദാഹരണം, ഒന്ന് ജനറൽ റിസർവ്,
പിന്നൊന്ന് വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്. നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ കണ്ടുണ്ടാവട്ടെ ഈ സാധനം. ആ രണ്ട് സാധനം ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചേക്ക്, ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ഡിപ്രിസിയേഷൻ ഫ്രം ദ ഗിവൺ ഇൻഫർമേഷൻ. യെസ്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. എന്താ ചോദിച്ചത്? കാൽക്കുലേറ്റ് ഡിപ്രിസിയേഷൻ ഫ്രം ദ ഗിവൺ ഇൻഫർമേഷൻ. താഴെ കാണുന്നതിൽ നിന്ന് താഴെ കാണുന്ന ഇത് വെച്ചിട്ട്, ഇൻഫർമേഷൻ വെച്ചിട്ട് ആ കണക്കൊന്ന് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നോക്കുക, ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ഡിപ്രിസിയേഷൻ ഫ്രം ദം നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, എസ്റ്റിമേറ്റഡ് ലൈഫ് 8 ഇയർ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു സാധനത്തിൻ്റെ വാല്യൂ കണക്കാക്കൽ എങ്ങനെയാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാനുള്ള ചാർജ്, അത് ഫിറ്റ് ചെയ്യാനുള്ള ചാർജ് എല്ലാം ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ എത്രയെന്ന് നമ്മൾ കണക്കാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ എഫക്റ്റീവ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ലൈഫ്, എന്തായാലും കുഴപ്പമില്ല. നോക്കട്ടോ, ആദ്യം നമ്മളിവിടെ കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണ് നോക്കാം. 36,000 ആണ് അതിൻ്റെ മെഷീനറിൻ്റെ വില ആയത്. 10,000 റുപ്യ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ, സ്ഥാപിക്കാനായിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായിട്ട് 6,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 36 10 46 6 52,000. 52,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 4,000. അപ്പം 48,000. 48,000 ഡിവൈഡ് ബൈ 8. 48,000 ഡിവൈഡ് ബൈ 8. അപ്പോൾ എത്ര ഉണ്ടാവുക? 6,000. 6,000 ആണ് ഇവിടുത്തെ എന്ത് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം. കാൽക്കുലേഷൻ ഡിപ്രിസിയേഷൻ. മനസ്സിലായോ? അപ്പോൾ ഈ ഫോർമാറ്റ് എന്താക്കണം, പഠിച്ചു വെക്കണം കേട്ടോ. ഇത് നമുക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാവും. ഒരു ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കാണുക? കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റ് ലൈഫ്. അടുത്തത്, റൈറ്റ് any 3 നീഡ്സ് ഫോർ ചാർജിങ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നതിൻ്റെ ഒരു 3 ലക്ഷ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്. അപ്പം ഇതിൻ്റെ ഉത്തരം ഒന്നെന്താ കേട്ട് വെച്ചോ. ടു അസർട്ടൈൻ ദ ട്രൂ റിസൾട്ട് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ യഥാർത്ഥ ഫലം എത്രയാണെന്ന് കണ്ടെത്താൻ, അസർട്ടൈൻ ചെയ്യാൻ. രണ്ടാമത്തത്, ടു പ്രസൻറ്റ് ദ ട്രൂ ബാലൻസ് ഷീറ്റ്. കൃത്യമായിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രസൻറ്റ് ചെയ്യാൻ. അടുത്തത്, ടു റിട്ടൈൻ ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെൻറ്റ്. എന്തെങ്കിലും സാധനങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഫണ്ട് മാറ്റി വെക്കാൻ. ടു അവോയ്ഡ് എക്സസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. അധികം ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഒഴിവാക്കാൻ. കാരണം ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ അത്രയും കൂടി എന്താ അവിടെ ചിലവായില്ല. അപ്പോൾ അതും കൂടെ കുറച്ചിട്ട് എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 എന്താക്കിയാൽ മതി, പഠിച്ചു വെച്ചാൽ മതി. അടുത്ത, എക്സ്പ്ലെയിൻ ദ ടേം ഡിപ്രിസിയേഷൻ എന്നുള്ള ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ ഉപയോഗം കൊണ്ടോ നമ്മളെ ഫിക്സഡ് അസറ്റിന്മേൽ വരുന്ന വാല്യൂവിലുള്ള ഡിക്രീസിനാണ് എന്തെന്ന് പറയാം, ഡിപ്രിസിയേഷൻ എന്ന് പറയുക. അത് 2 മെത്തേഡ്, ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും പിന്നൊന്ന് ഡിമിനിഷിങ് മെത്തേഡും. ഇനി നമ്മൾ എന്താവുകയാണ്, സാവധാനം കണക്കിലേക്ക് കിടക്കുകയാണ്. മറ്റത് പിന്നെ ചെറിയ കണക്കാണ്, അത് ജസ്റ്റ് കണ്ടെത്തിയാൽ മാത്രം മതി. ഇനി അതെന്താക്കണം, നമ്മൾ കോളത്തിലേക്ക് ആക്കിയിട്ട് വരക്കാനുള്ള കണക്ക് വരുന്നേ ഉള്ളൂ. നോക്കാം. ഇതാണ് കേട്ടോ. ചന്ദ്ര ട്രേഡേഴ്സ് പർച്ചേസ്ഡ് എ മോട്ടോർ വാൻ ഓൺ. പിന്നെ ഇതിൽ ഡേറ്റ് നല്ല പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഡേറ്റ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസിൽ. 1/1/2013 മൂപ്പര് സാധനം വാങ്ങാണ് 6 ലക്ഷത്തിന്. ഇതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇയർ ആയിരിക്കും തരിക. ഡിപ്രിസിയേഷൻ കണക്കാക്കാൻ ചിലപ്പം എസ്റ്റിമേറ്റഡ് ഇയർ ആയിരിക്കും തരിക. എന്നാൽ ചിലപ്പം തരിക എന്തായിരിക്കും, പെർസെൻറ്റേജ് ആയിരിക്കും.
പിന്നെ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിമിനിഷിങ് വാല്യൂ മെത്തേഡാണ് കേട്ടോ. 3 വർഷത്തേക്കാണ് നമ്മൾ എന്തുണ്ടാക്കേണ്ടത്, ഇവിടെ കണക്ക് കാണേണ്ടത്. 4 മാർക്കിനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഇടയിൽ LF എന്ന് പറഞ്ഞാൽ JF എന്ന് പറഞ്ഞാൽ കോളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഡേറ്റ് പെർട്ടിക്കുലർ എമൗണ്ട്, ഡേറ്റ് പെർട്ടിക്കുലർ എമൗണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, എടുത്ത് നമ്മളെ സാധനം 6 ലക്ഷത്തിന് എന്താക്കിയതാണ്, ഇവിടെ സാധനം വാങ്ങിയതാണ്. അപ്പോൾ ഇത് മെഷീനറി അക്കൗണ്ടാണ് കേട്ടോ. മെഷീനറി അക്കൗണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. മെഷീനറി അക്കൗണ്ടാണോ, സോറി, ഇവിടെ എന്താ പറഞ്ഞത്, മോട്ടോറല്ലേ. അപ്പോൾ ഇത് മോട്ടോർ അക്കൗണ്ടാണ് കേട്ടോ. ഇവിടെ മെഷീനറി അക്കൗണ്ട് എന്നല്ല വേണ്ടത്, മോട്ടോർ അക്കൗണ്ട് എന്നാണ് വേണ്ടത്. ഡേറ്റ് എമൗണ്ട് മോട്ടോർ അക്കൗണ്ടാണ് കേട്ടോ. മോട്ടോർ അക്കൗണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പം ഇനി നോക്കുക, ഒരു പിന്നെ ഇത് ഡേറ്റ് എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, 1/1/2013 നമ്മൾ 6 ലക്ഷത്തിൻ്റെ സാധനം വാങ്ങണത്. അപ്പോൾ ഒരു മോട്ടർ വാങ്ങുന്ന സമയത്ത്, ഓക്കെ, ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പിന്നെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക, ഫിക്സഡ് അസറ്റ് അല്ലേ. അപ്പം മോട്ടോർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അങ്ങനെയല്ലേ വരിക, മോട്ടോർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇത് നമ്മൾ ഇതിൻ്റെ ലെഡ്ജറിലേക്ക് എന്താവുകയാണ്, മാറ്റുമ്പോൾ എന്താ ഉണ്ടാവുക, മോട്ടോർ അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ എവിടെ മോട്ടർ എഴുതാൻ വേണ്ടി പാടില്ല. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനം ക്യാഷാണ്. അപ്പോൾ ക്യാഷാണ് ഇവിടെ എഴുതേണ്ടത്. ക്യാഷ് ഏത് ഭാഗത്താണ്, 2 സൈഡാണ്. ഇതിന് നമ്മൾ ബൈ സൈഡ് എന്നാണ് പറയുക, ഇതിന് 2 സൈഡ് എന്നാണ് പറയുക. അപ്പം ഈ 2 സൈഡ് നേരെ ഇങ്ങോട്ട് കൊടുക്കുക, ടു ക്യാഷ്. ഡേറ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്, 1/1. ഓക്കെ, ക്ലിയർ അല്ലേ. ക്യാഷ് എത്രയാണ് നമ്മൾ പറഞ്ഞത്, 6 ലക്ഷം. 1, 10, 100, 1000, 10000, ലക്ഷം. ഓക്കെ. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ 1/1 അപ്പോൾ വർഷം തുടങ്ങുന്ന എപ്പോഴാണ്, 1/1 മനസ്സിലാക്കി. ചിലപ്പോൾ എന്താകും, ഏപ്രിൽ തുടങ്ങും കേട്ടോ, 1/4 എന്ന് പറയും. അപ്പോൾ എന്താക്കണം, നമ്മൾ പിറ്റത്തെ ഡിസംബർ ആകുമ്പോൾ ശരിക്കും 9 മാസമേ ഉള്ളൂ. നമുക്ക് എന്താക്കണം, കറക്റ്റ് ബോധമാണ് കേട്ടോ. ഓക്കെ. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള സംഭവം എന്താ, ഇതാ. പിന്നെ നമുക്കിതാ ഈ പോയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ എത്രയാണ്, 10% ആണ്. അപ്പോൾ നോക്കുക, ഇനി ഇവിടെ 31-ാം തീയതിയാണ്, അതാണ് ആ വർഷത്തെ അവസാനത്തിലാണ് നമ്മൾ എന്താവുക, അതിൻ്റെ ഡിപ്രിസിയേഷൻ കണക്കാക്കുക. ഡിപ്രിസിയേഷൻ കണക്കാക്കൽ എങ്ങനെയാണ്, 1, 10, 100, 1000, 10000, ലക്ഷം. 6 ലക്ഷം ഇൻറ്റു 10/100, 10/100. അപ്പോൾ എത്ര ഉണ്ടാവുക, 60000 അല്ലേ. ഓക്കെ. അപ്പം ഡേറ്റ് ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ 60000. ക്ലിയർ ആണോ. ഒന്നാമത്തെ വർഷം അത്രയേ ഉള്ളൂ. പക്ഷേ ഇനി എന്താക്കണം, നമുക്ക് ഇവിടെ എന്ത് ചെയ്യണത്, ഇതിനെ ബാലൻസ് ചെയ്യണം. ഇത് നമ്മൾ 2 കണക്ക് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഒന്ന് ഡിമിനിഷിങ് മെത്തേഡിൽ ഒന്ന് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ഒന്ന് നമ്മൾ പിന്നെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലും ചെയ്യും. ഓക്കെ. ബാലൻസ് ചെയ്യാണ്. ഈ വർഷം ഇവിടെ അവസാനിച്ചു. ഇവിടെ 6 ലക്ഷം, 10, 100, 1000, 10000, ലക്ഷം. ഇവിടെ 6 ലക്ഷം. എവിടെയാണോ വലുത് അത് വലുത് എവിടെയാണോ അത് 2 ഭാഗത്ത് എഴുതണം നമ്മൾ പഠിച്ചത്. ഇനി ഇവിടെ എന്താ വേണ്ടത്, ഏത് ഭാഗത്താണ് കുറവുള്ളത്, ഈ ഭാഗത്ത്. എത്ര കുറവുള്ളത്, 5,40,000. അവിടെ നമ്മൾ ബാലൻസ് എഴുതി കൊടുക്കും. ഈ ബാലൻസാണ് നമ്മൾ 31/1. ഈ ബാലൻസാണ് ഇനി അടുത്ത വർഷത്തെ തുടക്കത്തിലുണ്ടാവുക. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താക്കുന്നു, ഇവിടെ നമ്മൾ ഇതാ 1/1/2024 എത്ര, 14. മറ്റത് 13, ഇപ്പോൾ അതവിടെ 14. 1/1 കേട്ടോ. ഇവിടെ ബാലൻസ് എത്ര, 5,40,000. ഓക്കെ, 5,40,000.
ഡിപ്രിസിയേഷൻ എത്ര ഉണ്ടാവുക? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ്. ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ എത്രയാണോ ബാലൻസ് ഉണ്ടാവുക അതിൻ്റെ 10% നോക്കുക. അപ്പോൾ ഇവിടെ 5,40,000 ഇൻറ്റു 10/100 എന്ന് പറയുമ്പം 5,400 ഉണ്ടാവുക ഡിപ്രിസിയേഷൻ. ഇതിവിടെ 31-ാം തീയതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ വർഷം അവിടെ കൈയാണ് 54,000. ഇനി ഇവിടെ 5,40,000, ഇവിടെയും 5,40,000, ഇവിടെ 31, ഇവിടെ ബാലൻസ് 5,40,000 5,400 കുറച്ചുണ്ടാകുക 4,86,000. ഓക്കെ, 4,86,000. ഇനി ഇതാണ് പിറ്റത്തെ വർഷത്തെ ബാലൻസിൽ വരിക. ഇവിടെ 4,86,000. ഇനി അതിൻ്റെ 10%. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ടാവുക? 48,600 ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ എന്താക്കുന്നത്? ഇത് ബാലൻസ് ചെയ്യണം 6,000. വിഷയം മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, ബാലൻസ് നമ്മൾ എന്താക്കും? ഇവിടെ എഴുതി കൊടുക്കും. അപ്പോൾ 1 വർഷം, 2 വർഷം, 3 വർഷം. ഇതാണ് ഡിമിനിഷിങ് മെത്തേഡിൽ കണക്ക് കാണുന്ന രീതി എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ ഇവിടെ തന്നെ എന്താക്കിയാൽ മതി? സ്ട്രേറ്റ് ലൈൻ എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. സ്ട്രേറ്റ് ലൈൻ്റെ പ്രത്യേകത അത് ഫസ്റ്റിൽ എത്രയാണോ ഡിപ്രിസിയേഷൻ വരുന്നത് അതേ ഡിപ്രിസിയേഷൻ ആണെന്നാണ് പിറ്റത്തെ എല്ലാ വർഷവും ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ എത്ര വന്നത്? 60,000 ആണ്. അതേ 60,000 ആണ് ഇവിടെ വരിക. അതേ 60,000 തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, ഇനി നമ്മൾ സ്ട്രൈറ്റ് ലൈൻ്റെ ഒരു കണക്കും കൂടെ നമ്മൾ ചെയ്യട്ടോ. അടുത്തത് എ കമ്പനി പർച്ചേസ്ഡ് മെഷീനറി 50,000 ജൂൺ 2015. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ജൂൺ 2015 വാങ്ങിയത്. ഇവർ പിന്നെ ഡിസംബറിലാണ് ഇവരെന്താവുന്നത് കണക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ജൂൺ 30-ാം തീയതി വാങ്ങുമ്പോൾ ജൂൺ മാസം പെടില്ല, പിന്നെ ജൂലൈ മുതലേ പെടുള്ളൂ. കാരണം ജൂൺ 30 എന്ന് പറഞ്ഞാൽ അവസാനത്തെ ദിവസമല്ലേ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുള്ള ഏത് മാസമാണോ ആ മാസം മുതലുള്ള ഡിപ്രിസിയേഷനെ നമ്മൾ എന്താക്കുള്ളൂ? കണക്ക് കൂട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് ഇവിടെ കണക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ 6 മാസത്തേക്കുള്ള എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഡിപ്രിസിയേഷൻ മാത്രമേ അവിടെ കാണേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ കാണാൻ നോക്കുക? 50,000 ഇൻറ്റു എത്ര ശതമാനമാണ്? 10%. 50,000 ഇൻറ്റു 10/100. ഇനി 6 മാസത്തേക്കല്ലേ ഉള്ളൂ. അപ്പോൾ എന്തോ നമ്മൾ 6/12. 12 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മന്ത്. 6 എന്ന് പറഞ്ഞാൽ എത്ര മാസമാണത് നമ്മളെ കയ്യിലുണ്ടായത്? 6 മാസം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് 6/12. ഇനി 3 മാസം ഉള്ളെങ്കിലോ 3/12. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം 6/12. 50,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 5,000. 5,000-ൻ്റെ പകുതി 2,500 ആണെന്ന് ഉണ്ടാവുക. ഇവിടെ ഉത്തരം വരിക. ഓക്കെ, ഇനി സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് പറഞ്ഞത്. സ്ട്രൈറ്റ് ലൈൻ വാല്യൂ ഏതെങ്കിലും 2 വ്യത്യാസം മാത്രം എഴുതിയാൽ മതി. സ്ട്രൈറ്റ് ലൈൻ വാല്യൂ മെത്തേഡിൽ എല്ലാ സമയത്തും ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, പിന്നെ എന്നാൽ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡിൽ ഓരോ വർഷം കഴിയും തോറും എമൗണ്ട് എന്താവും? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരു മാറ്റമായി. രണ്ടാമത്തെ മാറ്റം, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഓരോ വർഷം കഴിയും തോറും എമൗണ്ടുകൾ ഇങ്ങനെ കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അപ്പോൾ ആ 2 മാറ്റം മാത്രം എന്താക്കിയാൽ മതി? എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. രാധിക പർച്ചേസ്ഡ് മെഷീനറി ഓൺ 1 ഏപ്രിൽ. കണ്ടോ, ഇത് ഏപ്രിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരെ മാസം അവസാനിക്കുന്നത് നോക്ക് മാർച്ച് 31. അപ്പോൾ കറക്റ്റ് 12 മാസം ആ സാധനം അവിടെ കയ്യിലുണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 2017 ജനുവരി 2017 എന്താക്കിയിട്ടുണ്ട്? ഒരു 30,000-ൻ്റെ മെഷീനറി അധികം അവിടെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, 30,000-ൻ്റെ ഒരു മെഷീനറി എന്താക്കിയിട്ടുണ്ട്? അധികം അവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര മാസമാണ് കയ്യിലുണ്ടാവുക? ജനുവരി 1, ജനുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ജനുവരി അല്ലേ, മാർച്ചിലാണ് ഇവർ അവസാനിക്കുന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണെന്നുണ്ടാവുക അത് കയ്യിലുണ്ടാവുക. ഓക്കെ.